വിവേക് ഗോപൻ കൂടി ചേരുന്നു. അർജന്റീന അവതാരികയുടെ പക്ഷപാതിത്വം ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ ഞാൻ ശ്രമിക്കും നിഷ്പക്ഷയാവാൻ. വിവേക് ഗോപൻ ചേരുകയാണ്. വിവേക് എന്തായാലും അർജന്റീനൻ ജേഴ്സിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് MBR അർജന്റീനൻ ആരാധകനാണ് എങ്കിൽ പോലും സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ്. വിവേക് എങ്ങനെയാണ് കാണുന്നത്? കപ്പടിക്കുമോ മെസ്സി? തീർച്ചയായിട്ടും. കാരണം ഇതൊരു രണ്ടാമത്തെ പ്രാവശ്യം എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഫുട്ബോൾ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് അടുത്ത കാലങ്ങളായിട്ടുള്ളൂ. പക്ഷേ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലായിരുന്നു ശ്രദ്ധ മുഴുവൻ. കൂടുതലും താല്പര്യം ക്രിക്കറ്റിലാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ കളിക്കാൻ ഇഷ്ടവും കാണാൻ ഇഷ്ടവും ഫുട്ബോളാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് നമുക്ക് കണ്ടതാണ്, നമ്മുടെ അർജന്റീനയുടെ ആ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേ ആ ഒരു അതിൻ്റെ ബാക്കി അല്ലെങ്കിൽ ശേഷിപ്പ് എന്ന് തന്നെ പറയാം നമുക്ക്. തീർച്ചയായിട്ടും. അപ്പൊ അത് ഞാൻ പറയാം, അത് അത്രയും വർഷത്തിന് ശേഷം ഇത്രയും മികച്ച ടീമോട് കൂടി അവര് ആ കളത്തിലേക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴും അവരുടെ ആ ഒരു മൈൻഡ് സെറ്റും അതുപോലെ എനർജിയും ഒക്കെ അവർ ആ ദേശീയ ഗാനം പാടുമ്പോൾ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. കാരണം എല്ലാവരും ഇംഗ്ലണ്ടിനോട് തീർച്ചയായിട്ടും എല്ലാവരോടും ഈ പറഞ്ഞ ഒരേ വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീമായിട്ട് തന്നെ അവർ അർജന്റീന കളിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാ മാച്ചിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതും വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർ സെക്കൻഡ് ഹാഫിന് ശേഷമാണ് ഇവർ കുറച്ചുകൂടെ ഈ എന്താ പറയുക അറ്റാക്കിംഗ് ആയിട്ട് കളിച്ചു തുടങ്ങുന്നത്. അപ്പം ഏതൊരു സമ്മർദ്ദത്തിലും ഇവർക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് അഡാപ്റ്റേഷൻ ഇതൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മളെല്ലാം കണ്ടത് അങ്ങനെയാണ്. കാരണം വളരെ ക്ലോസ് ആയിട്ടുള്ള മാച്ചും വളരെ ഈ ടൈറ്റ് ആയിട്ടുള്ള മാച്ചൊക്കെ നിഷ്പ്രയാസം അവർ വിജയിച്ചു വന്നതാണ് നമ്മൾ കഴിഞ്ഞ മാച്ചുകളിലുടനീളം കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ അർജന്റീനയെ ആരാധിക്കുന്ന അല്ലാത്ത ആൾക്കാർ പല എക്സ്ക്യൂസസ് പറയുമ്പോഴും നമുക്കിപ്പോഴും ഉറച്ചു വിശ്വസിക്കാം ഈ ഒരു വേൾഡ് കപ്പ് തീർച്ചയായിട്ടും അർജന്റീന വീണ്ടും വേൾഡ് കപ്പ് അത് ആ ടീം തന്നെ നിലനിർത്തും എന്നുള്ളത് നിഷ്പ്രയാസം പറയാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ശരി, നമ്മൾ എന്തായാലും ഓരോ അർജന്റീനൻ ആരാധകരും മെസ്സി തന്നെ ഈ കപ്പ് ഉയർത്തും എന്ന് വിശ്വസിക്കുകയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ കളികൾ നോക്കിയാൽ 10 മിനിറ്റിൽ മാജിക് കാണിക്കുന്ന മെസ്സിയും കൂട്ടരെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. പക്ഷേ സ്പെയിനിനോട് അത് നടക്കില്ല എന്ന് കളി അറിയാവുന്നവരെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവേക്, അത് ടെൻഷനുണ്ടോ? നമ്മളൊരു ലീഡ് എടുത്തില്ലെങ്കിൽ പണി പാളുമെന്നാണ് എല്ലാവരും പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം ഈ എൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ മൈൻഡിലൂടെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെയിൻ അർജന്റീനയെക്കാളും കുറച്ചുകൂടെ യുവനിര കൂടുതൽ എന്നുള്ള ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ അവരുടെ ബോഡി വെയ്സ് അല്ലെങ്കിൽ അത്ലറ്റിസം കുറച്ചുകൂടെ ഫാസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് ഇത്തവണ നമുക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിയും കൂട്ടരും അവരാദ്യമേ കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡ് അവർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അപ്പുറത്തെ സൈഡ് അതായത് ഒപ്പോണൻറ്റ് നിൽക്കുന്ന സ്പെയിനിന് കുറച്ചുകൂടെ പാടായിരിക്കും. കാരണം അത്രയും വളരെ ഡിഫെൻസീവ് അത്രയും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡിഫൻസ് അവർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിഫൻസിനെ ഭേദിച്ച് സ്പെയിന് ഗോൾ അടിക്കൽ ആദ്യം തന്നെ അർജന്റീന സ്കോർ ചെയ്യുവാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ് അർജന്റീനയ്ക്കുള്ളത്. അതുപോലെ ഈ സ്പെയിനിന് അത്ര പെട്ടെന്ന് ഭേദിച്ച് ഗോൾ അടിക്കാൻ സാധിക്കില്ല. മാത്രമല്ല നമുക്ക് ഈ നേരത്തെ നമ്മൾ പലരും സൂചിപ്പിച്ചതാണ്, നമുക്ക് സ്പെയിൻ്റെ അവരുടെ ആ ഫോർമേഷൻ അവർ വളരെ ഫാസ്റ്റ് ആയിട്ട് ബോൾ പാസ് ചെയ്യാനുള്ള സ്കില്ല്, അതുപോലെ അതെ വളരെ ഫാസ്റ്റ് ആയിട്ട് പൊസിഷനിങ് വരും. അതുപോലെ വളരെ സ്പീഡായിട്ട് ബോൾ പാസ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. അതുപോലെ ഈ സ്പാനിഷ് ലീഗ് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് സ്പാനിഷ് ലീഗിലും വളരെ ഫാസ്റ്റ് ആയിട്ട് ആ ബോൾ പാസ് ചെയ്യുന്ന ഫോർമേഷൻ സ്കിൽസ് ഡ്രിബിളിങ് ഇതൊക്കെ സ്പാനിഷ് ലീഗിൽ വളരെ എക്സലൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതേ ആ ഒരു ഇത് തന്നെ അവർ ഈ ഒരു ടൂർണമെൻറ്റിൽ ഉടനീളം കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ ഫൈനലിലും തീർച്ചയായിട്ടും അവർ കാഴ്ചവെക്കും. പക്ഷേ ഇതിനേക്കാളും ഒക്കെ ഉപരി നമുക്കൊരു മേൽക്കൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വർഷം ഈ ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ മെസ്സി എന്ന് പറയുന്നത്. അപ്പോൾ ടീമിലെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇവര് മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ മാനത്ത് കാണാൻ പറ്റും എന്നുള്ളത് പോലെ അദ്ദേഹം അതൊക്കെ അനുസരിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഇവര് പലവട്ടം ഈ കളിയും കാര്യങ്ങളും ഒക്കെ ഇവര് പഠിക്കുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇവര് ഈ ഒരു വേൾഡ് കപ്പ് അർജന്റീന എനിക്ക് തോന്നുന്ന ഒരു 3-1 വിജയിക്കും എന്നുള്ള രീതിയിലേക്ക് എത്തും എന്നുള്ളതാണ്. സ്പെയിനിന്റെ യുവതാരങ്ങളെ പൂട്ടാനുള്ള തന്ത്രം മെസ്സി ആവിഷ്കരിച്ചിട്ടുണ്ടാകും എന്നതാണ് വിവേക് ഗോപൻ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ജോസ് തോമസിലേക്ക് പോയാൽ, ശ്രീ ജോസ് തോമസ്, ഫ്രാൻസുമായിട്ടുള്ള മത്സരത്തിൽ
സ്പെയിൻ ജയിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അർജന്റീനൻ ആരാധകരെല്ലാം ഇപ്പോൾ എന്താണ് തന്ത്രം, എങ്ങനെ ഇവരെ മറികടക്കുമെന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇതിൽ സ്പെയിനിൻ്റെ ഏറ്റവും വലിയ നേട്ടം അല്ലെങ്കിൽ അവരുടെ കരുത്ത് എന്ന് പറയുന്നത് ഈ പൊസഷൻ തന്ത്രമാണ്. ഒപ്പം അവർ ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയിട്ടുള്ള ഒരു ടീമാണ്. ആകെ ഒരു ഗോളാണ് ഈ ടൂർണമെൻറ്റിൽ, ലോകകപ്പിൽ അവർ വഴങ്ങിയിട്ടുള്ളത് എന്നത് അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണോ അർജന്റീന നേരിടാൻ പോകുന്നത്? അവരുടെ ഇതുവരെ കണ്ട തന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിനെ മറികടക്കുക എത്രമാത്രം പോസിബിളാണ്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.